കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായത്. ഈ വിജയങ്ങൾ നമുക്ക് അമിതമായ ആത്മവിശ്വാസമല്ല നൽകിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായതിനേക്കാൾ വലിയ വിജയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി നമ്മൾ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് അതിൻ്റെ അടിത്തറ? ഞാൻ പറയും, കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി മാത്രമല്ല ഇന്നത്തെ UDF. അതിനപ്പുറം കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ന് UDF. 2005 മുതൽ കഴിഞ്ഞ 20 വർഷക്കാലം നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങളും തന്നെ UDFിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവരെല്ലാം UDFിലുണ്ട്. കേരളത്തിലുടനീളം ഒരുപാട് പേർ, ഒപ്പീനിയൻ മേക്കേഴ്സ്, അഭിപ്രായം ഉണ്ടാക്കുന്നവർ, ഇൻഫ്ലുവൻസേഴ്സ്, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, നിരവധി ആളുകളുണ്ട്. അതിനേക്കാൾ ഭംഗിയായി ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാരല്ല, പക്ഷേ ഇടതുപക്ഷ മനോഭാവമുള്ളവർ, ഇടതു വരണം, അവർ വന്നാൽ നല്ലതുണ്ടാകും, നാടിന് മാറ്റമുണ്ടാകും, അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്തും എന്ന് കരുതി ഇടതുപക്ഷത്തോടൊപ്പം യാത്ര ചെയ്ത ഇടതുപക്ഷ സഹയാത്രികരുണ്ട് കേരളത്തിൽ. അതിനൊരു സ്പേസ് ഉണ്ട് കേരളത്തിൽ. കേരളത്തിൻ്റെ സെൻറ്റർ തന്നെ ലെഫ്റ്റാണ്. കേരളത്തിൻ്റെ സെൻറ്റർ ഞാൻ ലെഫ്റ്റാണ്, ഞാൻ വലതല്ല, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ഞാനിന്ന് നിയമസഭയിലും പറഞ്ഞു ലെഫ്റ്റാണ്, വലതൊന്നുമല്ല. ആ ഇടതുപക്ഷ സഹയാത്രികർ മുഴുവൻ പേർ UDFിൻ്റെ കൂടെ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ പറയുന്നു, നമ്മളെക്കാൾ അവരാഗ്രഹിക്കുന്നു ഇവർ താഴെ ഇറങ്ങണം. എന്തുകൊണ്ട്? ഇവർ ഇടതുപക്ഷക്കാരല്ല, ഇവർ തീവ്ര വലതുപക്ഷക്കാരാണ്, പിണറായിയും സംഘവും. ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഈ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഇന്ന് ഒരുപാട് അവകാശങ്ങളുണ്ട്. അതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോരാടി നേടിയ അവകാശങ്ങളാണ്, അല്ലേ? ജീവനക്കാർക്കും തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ. കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്, RSP ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് പോരാടി മേടിച്ചതാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ഡിയർനെസ് അലവൻസിന്റെ കാര്യത്തിൽ കോടതിയിൽ ഒരു മൊഴി കൊടുത്തിരിക്കുകയാണ്. അത് അവകാശമല്ല. ഈ ഗവൺമെന്റ് അറിയാലോ, അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്, സത്യവാങ്മൂലം. അത് അവകാശമല്ല, ജീവനക്കാരൻ്റെ അവകാശമല്ല. നാളെ ഇവര് ബോണസ് തൊഴിലാളിയുടെ അവകാശമല്ല, 8 മണിക്കൂർ ജോലി തൊഴിലാളിയുടെ അവകാശമല്ല, 12 മണിക്കൂർ ജോലി ചെയ്യണം എന്നുവരെ സത്യവാങ്മൂലം കൊടുക്കാൻ മടിക്കാത്തവരാ കേരളം ഭരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് DA അവകാശമല്ല എന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുക. അപ്പോൾ അവർ ആരുടെ കൂടെയാ? പണ്ട് നെഹ്റുവിൻ്റെ കാലം മുതൽ പാർലമെന്റിലോ നിയമസഭകളിലോ തൊഴിലാളികൾക്ക് ഒരു ലേബർ ലോ വന്നാൽ, ഒരു തൊഴിൽ നിയമം വന്നാൽ, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം അത് തൊഴിലാളിയെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമായിരിക്കുമെന്ന്. നിങ്ങൾക്കറിയാം, ബോണസ് ആക്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, അതുപോലെ ഇഷ്ടം പോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഈ നിയമങ്ങളെല്ലാം ഉണ്ടായത് തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇന്ന് വലതുപക്ഷ ഭരണകൂടം കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തൊഴിൽ നിയമം വന്നാൽ അപ്പോൾ ഉറപ്പിച്ചോ, അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡ് അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് നമ്മൾ അറിയാം. അപ്പൊ ആരുടെ പാതയിലാണ് പിണറായി വിജയൻ? നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ പാതയിലാണ് അവർ സഞ്ചരിക്കുന്നത്. BJP അത് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് പറഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഇനിയിപ്പോൾ അത്ഭുതപ്പെടാനില്ല, രണ്ടുപേരും ഒരേ വഴിയിലാണ് പോകുന്നത്. BJPയുടെയും സംഘപരിവാറിന്റെയും നയമെന്താ? ഏത് സംസ്ഥാനത്ത് ചെന്നാലും
അവിടെ വർഗീയത വിളമ്പുക, വിദ്വേഷ ക്യാമ്പയിൻ നടത്തുക, മതവിഭാഗങ്ങളെയും വിവിധ ജാതികളെയും തമ്മിലടിപ്പിക്കുക, മനുഷ്യനെ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിൽ വരിക. അല്ലേ? നമുക്കറിയാം, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പോഴും അത് തന്നെ പറഞ്ഞത്. ഒരത്ഭുതവും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ അത്ഭുതം എന്താ? കേരളത്തിലെ CPM സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിൽ സഞ്ചരിക്കുന്നു. ഡൽഹിയിൽ ചെന്നിട്ട് മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ന്യൂനപക്ഷത്തിനെതിരെ AK ബാലന്റെ പ്രസ്താവന അറിയാലോ, വർഗീയവാദം ഉയർത്തുന്ന പ്രസ്താവന, മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന, ഇതിവർ നേരിട്ട് പറയുന്ന, അല്ലാതെ ഇവർ വേറെ കുറെ ആളുകളെ കൊണ്ട് വർഗീയത പറയിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയണ്ടല്ലോ, ഇവർ പറഞ്ഞ് പറയിപ്പിക്കുന്ന വർഗീയത കുറെ പേരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ CPM ഉദ്ദേശിക്കുന്നത്? എന്താ CPM BJPയുടെ അതേ പാതയിലാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ അവർ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അപ്പോഴാണ് ഗാസയെക്കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്, പാലസ്തീനിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് മാത്രം പറയുള്ളത്. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരാരും വോട്ട് ചെയ്യാൻ പോണില്ല. അപ്പോൾ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ നോക്കിയപ്പോൾ പരമ്പരാഗത വോട്ടുകൾ CPMന് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഉടനെ എന്ത് തുടങ്ങി? പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് മാറ്റി. പിന്നെ ഭൂരിപക്ഷ പ്രീണനമാണ്. ന്യൂനപക്ഷത്തെ വിമർശിച്ച് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക. അവസാനം ആരും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരിക. ആരും ഉണ്ടാവില്ല കൂടെ.